നിങ്ങളുടെ ഇമെയിലോ ഫോൺ നമ്പറോ ഏതെങ്കിലും ഡേറ്റാ ചോർച്ചയിൽ പെട്ടിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടോ? കാരണം ഈയിടെയായിട്ട് ഒരുപാട് ഡേറ്റാ ബ്രീച്ചുകളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ? അതെ, ഒരുപാട്. അപ്പോ നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങാനും അങ്ങനെ പോയിട്ടുണ്ടോ എന്നറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇന്ന് നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് നോക്കുന്നത്. ഹാവ് ഐ ബീൻ പൗണ്ട്? ഇതൊരു വെബ്സൈറ്റ് ആണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടിയേക്കും. ഇതൊരു ഫ്രീ സർവീസ് ആണ്. എന്താണ് ഈ സൈറ്റ്? ഇത് വിശ്വസിക്കാൻ പറ്റുമോ? പിന്നെ നമ്മുടെ വിവരങ്ങൾ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. ഈ ഡേറ്റ ചോർച്ച, അതായത് ഡേറ്റ ബ്രീച്ച് എന്ന് പറയുന്നത് ഇപ്പോ ശരിക്കും സാധാരണമായിട്ടുണ്ട്. ഈ ഹാക്കർമാരൊക്കെ വലിയ കമ്പനികളുടെ സൈറ്റിൽ നിന്നോ ആപ്പുകളിൽ നിന്നോ യൂസർമാരുടെ വിവരങ്ങൾ മോഷ്ടിക്കും. ഓഹോ. അതില് ഇമെയിൽ കാണും, പാസ്വേഡ് കാണും, ഫോൺ നമ്പർ, ചിലപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ വരെ ഉണ്ടാകാം. ഇതൊക്കെ ശരിക്കും വ്യക്തികളെ സംബന്ധിച്ച് വലിയ അപകടം പിടിച്ച സംഗതിയാണ്. ശരിയാണ്. അപ്പോഴാണ് ഈ ഹാവ് ഐ ബീൻ പൗണ്ട് പോലെയുള്ള സൈറ്റുകൾ നമുക്ക് ഉപകാരപ്പെടുന്നതല്ലേ? അതെ. ഇത് തുടങ്ങിയത് ട്രോയ് ഹണ്ട് എന്നൊരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആണല്ലേ? അതെ, ട്രോയ് ഹണ്ട്. പുള്ളി ഈ രംഗത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോ പുള്ളി എന്നാ ചെയ്യുന്നത്? ലോകത്ത് നടക്കുന്ന ഈ ഡേറ്റാ ലീക്കുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുമല്ലേ? അതെ, പബ്ലിക്കായിട്ട് കിട്ടുന്ന, അതായത് ഓൾറെഡി ലീക്കായ ഡേറ്റ അതിവർ കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ സൈറ്റിൽ പോയി നമ്മുടെ ഇമെയിൽ കൊടുത്താൽ ആ ഇമെയിൽ ഇവർ കളക്ട് ചെയ്ത ഏതെങ്കിലും ഡേറ്റാ ബ്രീച്ച് ലിസ്റ്റിൽ ഉണ്ടോന്ന് അവർ പറഞ്ഞു തരും. ഓക്കെ. പക്ഷെ ഒരു പ്രധാന സംശയം, നമ്മുടെ ഇമെയിൽ അവിടെ കൊടുക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? അത് സേഫ് ആണോ? അവരത് വേറെങ്ങും കൊടുക്കില്ലേ? അത് വളരെ നല്ല ചോദ്യമാണ്. കാരണം പലർക്കും ആ പേടി ഉണ്ടാവും. ഉറപ്പായും. പക്ഷേ ഹാവ് ഐ ബീൻ പൗണ്ട് തികച്ചും സേഫാണ്. നിയമപരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അവർ ഈ ഇമെയിൽ വാങ്ങിച്ചു വെക്കുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യില്ല. ഓൾറെഡി പുറത്തായ പബ്ലിക്കായിട്ടുള്ള ഡേറ്റാബേസിൽ നമ്മുടെ ഇമെയിൽ ഉണ്ടോന്ന് നോക്കി റിസൾട്ട് തരും. അത്രയുള്ളൂ. അതുകൊണ്ട് ധൈര്യമായി ഉപയോഗിക്കാം. പല ഗവൺമെന്റുകളും വലിയ കമ്പനികളുമൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആഹാ, അത് കൊള്ളാം. അത് വലിയ ആശ്വാസമായി. അപ്പോ ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് നമ്മുടെ ഡാറ്റ പോയതെന്നും എന്തൊക്കെ വിവരങ്ങളാണ് പോയതെന്നും ഇത് കാണിക്കുവോ? കാണിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപകാരം. ഉദാഹരണത്തിന്, പണ്ട് വലിയൊരു സോഷ്യൽ മീഡിയ സൈറ്റിൽ നിന്ന് കുറേ ഡേറ്റ പോയില്ലേ? ഓർക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സൈറ്റ് അത് ലിസ്റ്റ് ചെയ്യും. ഏത് സൈറ്റിൽ നിന്നാണ് പോയത്, എന്തൊക്കെ തരം ഡേറ്റ ആണ് പോയത്, ഉദാഹരണത്തിന് പാസ്വേഡ്, പേര്, ഫോൺ നമ്പർ, ഇതൊക്കെ കാണിക്കും. ഓക്കെ. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു സീരിയസ് റിസമൻസ് വന്നത്. നമ്മൾ എത്രത്തോളം എക്സ്പോസ്ഡ് ആണെന്ന് ഒരു ഐഡിയ കിട്ടും. അയ്യോ, അപ്പൊ എന്റെ ദൈവമേ, എന്റെ വിവരങ്ങളും ചിലപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടാമാം. ഉടനെ നോക്കണല്ലോ. ശരി, അപ്പൊ നോക്കിയപ്പോ നമ്മുടെ ഇമെയില് ഏതെങ്കിലും ലിസ്റ്റിൽ കണ്ടുന്ന് വെക്കാം. പിന്നെന്ത് ചെയ്യും? പേടിച്ചിരിക്കണോ? പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഉടനെ ചെയ്യണം. ഏറ്റവും പ്രധാനം, ആ ബ്രീച്ചിൽപ്പെട്ട അക്കൗണ്ടിന്റെ പാസ്വേഡ് അത് എത്രയും പെട്ടെന്ന് മാറ്റുക. ഓക്കെ, പാസ്വേഡ് മാറ്റണം. പിന്നെ ഇതൊരു ശീലമാക്കണം. എല്ലാ വെബ്സൈറ്റിനും ഓരോന്നിനും വേറെ വേറെ പാസ്വേഡ് ഉപയോഗിക്കുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്. നമ്മളിൽ പലരും ഒരേ പാസ്വേഡ് എല്ലായിടത്തും ഉപയോഗിക്കും. അത് ഭയങ്കര അപകടമാണ്. ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയാൽ മതി, ബാക്കി എല്ലായിടത്തും കയറാൻ പറ്റും. ശരിയാണ്. പിന്നെ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഫോണിലേക്ക് കോഡ് വരുന്നത്. 2FA അത് പറ്റുന്ന എല്ലാ അക്കൗണ്ടിലും ഓൺ ചെയ്തു വെക്കുക. അതൊരു എക്സ്ട്രാ സേഫ്റ്റി ലെയറാണ്. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഡാറ്റാ ബ്രീച്ച് കഴിഞ്ഞാൽ ഫിഷിംഗ് ഇമെയിലുകൾ വരാൻ സാധ്യതയുണ്ട്. ഫിഷിംഗ്? അതായത് ബാങ്കിന്നോ മറ്റോന്നും വ്യാജേന വരുന്ന ഇമെയിലുകൾ നമ്മളെ പറ്റിച്ച് പാസ്വേഡോ മറ്റു വിവരങ്ങളോ തട്ടിയെടുക്കാൻ. അങ്ങനെയുള്ള മെയിലുകളിലെ ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്യരുത്. സംശയം തോന്നിയാൽ അവഗണിക്കുക. ശരി. അവസാനമായിട്ട് ഒരു പാസ്വേഡ് മാനേജർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. 1Password, Bitwarden അങ്ങനെയുള്ള ടൂളുകൾ. ഒരു മിനിറ്റ്, ഈ പാസ്വേഡ് മാനേജർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ പാസ്വേഡും ഒരിടത്ത് സൂക്ഷിക്കുകയല്ലേ? അപ്പൊ അത് ഹാക്ക് ചെയ്താൽ എല്ലാം പോവില്ലേ? അതും ഒരു റിസ്ക് അല്ലേ? നല്ല പോയിന്റാണ്. പക്ഷേ ഈ പാസ്വേഡ് മാനേജർ ശരിക്കും ഒരു ഹൈ സെക്യൂരിറ്റി ഡിജിറ്റൽ ലോക്കർ പോലെയാണ്. നമ്മളുണ്ടാക്കുന്ന ഭയങ്കര കോംപ്ലക്സായ ഓരോന്നിനും വെവ്വേറെയുള്ള പാസ്വേഡുകളൊക്കെ ഇത് ഓർത്തുവയ്ക്കും. നമുക്കാകെ ഓർക്കേണ്ടത് ഒരൊറ്റ മാസ്റ്റർ പാസ്വേഡ് മാത്രം. അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. ആ മാസ്റ്റർ പാസ്വേഡ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. ഈ മാനേജറുകൾ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് നേരിട്ട് ഹാക്ക് ചെയ്യാൻ നല്ല പാടാണ്. നമ്മളെല്ലാത്തിനും ഒരേ എളുപ്പമുള്ള പാസ്വേഡ് വെക്കുന്നതിനേക്കാൾ എത്രയോ സേഫാണിത്. ശരിയാണ്.
അത് പറഞ്ഞപ്പോ ക്ലിയറായി. അപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡേറ്റ സെക്യൂരിറ്റി നമ്മളെ മാത്രം ഉത്തരവാദിത്തമാണോ? ഒരു പരിധിവരെ അതേന്ന് പറയാം. കാരണം നമ്മുടെ ഡേറ്റ സൂക്ഷിക്കാൻ കമ്പനികൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അവർ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ സ്റ്റെപ്പ് എടുക്കണം. ശരിയാണ്. ഈ ഹാവ് ഐ ബീൻ പോൺഡ് പോലെയുള്ള ടൂളുകൾ ഒരു വാർണിംഗ് സിസ്റ്റം പോലെയാണ്. നേരത്തെ അറിയാനും ആവശ്യമുള്ള മുൻകരുതലെടുക്കാനും നമ്മളെ സഹായിക്കും. ഇതൊരു വെറും വെബ്സൈറ്റ് ചെക്കിംഗ് എന്നതിനേക്കാൾ നമ്മുടെ ഒരു ഡിജിറ്റൽ ഹൈജീനിന്റെ ഭാഗമാവണം. ഒരു ഓർമ്മപ്പെടുത്തലാണ്. വളരെ ശരിയാണ്. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. ഈ ഒരു വിശകലനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കാൻ വിടുകയാണ്. നിങ്ങളുടെ എത്ര ഓൺലൈൻ അക്കൗണ്ടുകൾ, അതായത് ഇപ്പോൾ ഇമെയിൽ, സോഷ്യൽ മീഡിയ, ബാങ്കിംഗ്, ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിയാണ്. ഒരിടത്തൊരു പ്രശ്നം പറ്റിയാൽ അത് മറ്റൊരിടത്ത് എങ്ങനെ ബാധിക്കാം? ഇപ്പോൾ നമ്മുടെ ഇമെയിൽ പാസ്വേഡ് ലീക്കായി എന്ന് കരുതുക. ആ ഇമെയിൽ വെച്ച് വേറെ എത്ര അക്കൗണ്ടുകളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും? ഓ, അത് ശരിയാണല്ലോ. അതെ, നമ്മുടെ ഈ ഡിജിറ്റൽ ഫുട്പ്രിന്റ് അത് എത്ര വലുതാണ്, അതെങ്ങനെയാണ് കെട്ടുവിണഞ്ഞു കിടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഓൺലൈൻ സുരക്ഷയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഒരു അക്കൗണ്ട് മാത്രമല്ല, നമ്മുടെ മൊത്തം ഓൺലൈൻ ഐഡന്റിറ്റി എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന് നമ്മൾ ആലോചിക്കണം. അത് നമ്മുടെയും നമുക്ക് സേവനം തരുന്ന കമ്പനികളുടെയും ഒരുപോലെ ഉത്തരവാദിത്തമാണ്.